ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് റിവ്യൂവിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് പറഞ്ഞാൽ ഡീസൽ സെഗ്മെന്റിലെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉണ്ടായിരുന്ന ഒരു വാഹനമാണ് ഫോർഡിന്റെ ഫിഗോ ആണോ. ഇതൊരു 2011 മോഡൽ വാഹനമാണ്. നല്ല രീതിയിൽ തന്നെ വൃത്തിയിൽ കൊണ്ടുവരുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. അതിന്റെ ക്വാളിറ്റി വണ്ടി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ വണ്ടിയുടെ ഫ്രണ്ട് വ്യൂ നോക്കാം. വണ്ടിയുടെ ഫ്രണ്ട് വ്യൂ നോക്കുമ്പോഴേ നല്ല മനോഹരമായിട്ടുള്ള ഒരു കണ്ണിന്റെ സമാനമായിട്ടുള്ള ഒരു ഭംഗിയുള്ള ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. അതാണ് കേട്ടോ എനിക്ക് ഈ ഫിഗോയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഹെഡ്ലൈറ്റുകളാണ്. അത് ഈ 2013 ഇത് സിൽവർ ഇൻസേർട്ട് വന്നപ്പോൾ അതിലും ഭംഗി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെഗ്മെന്റിൽ ഇറങ്ങിയ ആ ഒരു ഫിഗോ തന്നെയാണ് കേട്ടോ. അതിന്റെ ഇന്റീരിയർ ബ്ലാക്ക് ഒക്കെ കൊടുത്തിട്ട് ഒരു പ്രത്യേക ഭംഗിയുള്ള ഹെഡ്ലൈറ്റും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഫോർഡിന്റെ ഒരു വലിയ എംബ്ലം ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം താഴെ നല്ല നീറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ഇൻസേർട്ടുകൾ വന്നിട്ടുള്ള ഒരു ഗ്രില്ലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് വ്യൂ നോക്കുമ്പോഴാണ് അടിപൊളി ലുക്കാണ് കേട്ടോ. വണ്ടിയുടെ സൈഡ് വ്യൂ നോക്കാം. സൈഡ് വ്യൂ നോക്കുമ്പോഴായാലും വളരെ നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ. ഹാച്ച് ബാക്ക് ആയാലും അത്യാവശ്യം വലിപ്പമുള്ള ഒരു വണ്ടിയാണ്. സ്വിഫ്റ്റിനോട് സമാനമായിട്ടുള്ള വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്വിഫ്റ്റിലും കുറച്ചുകൂടെ സ്പേസ് ഉണ്ട് ഇന്റീരിയറിൽ. അതിൽ അത്യാവശ്യം ആവറേജ് ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വണ്ടിയുടെ ടയറൊക്കെ നോക്കുമ്പോഴായാലും 14 ഇഞ്ച് ടയറും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഫ്രണ്ട് 2 പുത്തൻ ടയറായിട്ട് ഈ വാഹനത്തിലുള്ളത്. അതുപോലെ ഫോർഡിന്റെ ആ ഒരു കമ്പനി കൊടുത്തിട്ടുള്ള വീൽ കപ്പുകളിലൊക്കെ അങ്ങനെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. വണ്ടിയുടെ ഇന്റീരിയറിലേക്ക് പോവാം. ഡോറൊക്കെ ആയാലും നല്ല ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. ഫോർഡിന്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് ഈ ഒരു ഡോറിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഡോർ പാനലൊക്കെ ആയാലും നല്ല ഹെവി ഡോർ പാനലും കാര്യങ്ങളൊക്കെ ഉണ്ടോ. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ മാത്രമാണ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. അതിന് വണ്ടിയുടെ ഇന്റീരിയർ കാണാം. ഇന്റീരിയർ നോക്കുമ്പോഴായാലും ഫോർഡിന്റെ ആ മാസീവ് സ്റ്റിയറിംഗും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ഇന്റീരിയർ നല്ല ബ്ലാക്ക് ഫിനിഷുള്ള ഇന്റീരിയർ ആണ് കേട്ടോ. കമ്പനി സ്റ്റീരിയോയും ചിൽഡ് എ സി ആണ് ഇതിന്റെ മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ട. നല്ല കൂളിംഗ് ഉള്ള AC ആണ്. ഇട്ടാൽ തന്നെ പെട്ടെന്ന് തന്നെ കൂളാവും. അത്രയും റെസ്പോൺസിബിൾ ഉള്ള ഒരു AC നമുക്ക് ഈ ഒരു വേറെ സെഗ്മെന്റ് വാഹനങ്ങളിൽ കാണാനില്ല കേട്ടോ. വേറെ സെഗ്മെന്റ് അല്ല, വേറെ ബ്രാൻഡുകളിൽ. അതുപോലെ തന്നെ സീറ്റൊക്കെ ആയാലും നല്ല സീറ്റ് കവറൊക്കെ ചെയ്ത് നല്ല ഭംഗിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. വണ്ടിയുടെ ബാക്ക് സൈഡ് നോക്കാം കേട്ടോ. ബാക്ക് സൈഡ് നോക്കുമ്പോഴായാലും ഇവിടെയും നല്ല വൃത്തി തന്നെ സീറ്റ് കവറൊക്കെ ചെയ്ത് നല്ല വൃത്തി തന്നെയാണ് ഉള്ളത്. നല്ല സ്പേസ് ഉള്ള വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഈ വാഹനത്തിന്റെ ഉള്ളിലേക്ക് കയറാട്ടോ. ഉള്ളിലേക്ക് കയറുമ്പോഴായാലും ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറുമ്പോഴായാലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈസി ആയിട്ട് നമുക്ക് കയറാട്ടോ. അത്യാവശ്യം നല്ല ഒരു സീറ്റിംഗ് പൊസിഷൻ എന്ന് തന്നെ പറയാം. ഹാച്ച് ബാക്ക് വാഹനങ്ങളിൽ കയറി ഇറങ്ങാനായാലും വളരെ സിമ്പിൾ ആയിട്ടുള്ള സീറ്റിംഗ് പൊസിഷനാണ് വന്നിട്ടുള്ളത്. സ്റ്റിയറിംഗ് ഒക്കെ ആയാലും നല്ല ഹെവി സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുപോലെ ഇതിന്റെ ഉള്ളിലിരിക്കുമ്പോൾ നല്ലൊരു സേഫ്റ്റി ഫീൽ ചെയ്യും കേട്ടോ. കാരണം ഇതിന്റെ മെറ്റീരിയൽസ് അതിന്റെ ആ ഒരു സ്റ്റിഫ്നെസ്സും കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു കോൺഫിഡൻസ് കേട്ടോ. പ്രോപ്പർ ഒരു അമേരിക്കൻ കാർ ഓടിച്ച ആ ഒരു ഫീൽ തന്നെ നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഇരുന്നാലും കിട്ടും. ഈ ഒരു ചെറിയ സെഗ്മെന്റ് വണ്ടിയാണെങ്കിൽ പോലും അതിൽ ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസ് ഫോർഡ് ചെയ്തിട്ടില്ല കേട്ടോ. പെർഫെക്റ്റ് ബോഡി തന്നെ പറയാം. അതുപോലെ ബാക്ക് സൈഡ് നോക്കാം. ബാക്ക് സൈഡ് ആയാലും അത്യാവശ്യം നല്ല സ്പേസ് തന്നെ കേട്ടോ. 3 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. അതുപോലെ തന്നെ ഒരുപാട് എന്താ പറയാ, കൺജസ്റ്റഡ് ആയിട്ടുള്ള ഫീൽ നമുക്ക് കിട്ടില്ല കേട്ടോ. ഇവിടെയും കയറി ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത്യാവശ്യം നല്ല ഹെഡ് റൂമും ലെഗ് റൂമും ഒക്കെ ഉണ്ട്. ഇപ്പൊ സീറ്റ് ഏറ്റവും ബാക്കിലേക്ക് ഇറക്കിയിട്ടേക്കാട്ടോ. എന്നിട്ട് പോലും ഇത്രയും സ്പേസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ഇവിടെ ആയാലും സ്പീക്കേഴ്സിന്റെ ഇതൊക്കെ ഡോർ പാഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ആയാലും നല്ലൊരു പ്രീമിയം ടച്ച് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വാഹനത്തിന്റെ ബൂട്ട് ഓപ്പൺ ചെയ്യാട്ടോ. ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ഇത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാവുന്നതാണ്. ഇതിന്റെ ബൂട്ട് ഓപ്പൺ ചെയ്യണ ഒരു സ്വിച്ചിലാണ്ടോ. മറ്റേ വണ്ടികളുടെ കേബിളിൽ വലിക്കണോ താക്കോൽ തുറക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒരു ക്ലിക്ക്, അത്രയും മതി കേട്ടോ. ഒരു പ്രീമിയം സെഗ്മെന്റ് വണ്ടിയിലുള്ള അതേപോലത്തെ ഫീച്ചേഴ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ബാക്ക് സൈഡ് നോക്കുമ്പോഴായാലും അത്യാവശ്യം വലിപ്പമുള്ള ഗ്ലാസ് ഏരിയയും കാര്യങ്ങളൊക്കെയാണ്. ലോങ് ആയിട്ടുള്ള നല്ല ടെയിൽ ലൈറ്റുകളും വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ക്യൂട്ട് ആയിട്ടുള്ള ബാക്ക് ഫേസ് ആണ് വണ്ടിക്ക് വരുന്നത്. അതുപോലെ ബൂട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ബൂട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാക്ക് ഡോറും കാര്യങ്ങളൊക്കെയാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. അവിടെ നല്ല ഇൻസേർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോൾഡറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അത്യാവശ്യം നല്ല ഒരു ബൂട്ട് സ്പേസ് എന്ന് പറയാം കേട്ടോ. മറ്റുള്ള ചെറിയ സെഗ്മെന്റ് വണ്ടികളിൽ സ്വിഫ്റ്റിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിൽ നല്ല വലിപ്പമുള്ള ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ സ്റ്റെപ്പിനും കാര്യങ്ങളൊക്കെ ഇവിടെ അടിയിൽ നല്ല നീറ്റായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെയൊക്കെ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് ഇതുപോലത്തെ ഇവിടെ സീറ്റിന്റെ നോക്കുമ്പോഴായാലും സീറ്റ് മറയ്ക്കാനായിട്ടായാലും ആ പൊക്കണ പോലെ സിസ്റ്റം ഒന്നല്ല, ജസ്റ്റ് ഒരു സ്വിച്ച് തന്നെയാണ് കേട്ടോ. ആ ജസ്റ്റ് ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു പ്രസ് മാത്രമായിട്ട് ആവശ്യം തന്നെ ഉള്ളൂ. നമുക്ക് എന്താ പറയുക, വലിച്ചു പൊക്കേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിളായിട്ട് ഒരാൾക്ക് തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്ത് അത് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ ഈ വണ്ടിയുടെ ഹൈലൈറ്റ് ആയിട്ട് പറയാം. ചെറിയ വണ്ടിയാണെങ്കിലും അത്യാവശ്യം ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ വണ്ടിയുടെ സൈഡ് വ്യൂയിലേക്ക് നോക്കാം. സൈഡ് വ്യൂ നോക്കുമ്പോഴായാലും വേറെ ബീഡിങ്ങോ കാര്യങ്ങളോ കൊടുത്ത് അലമ്പാക്കിയിട്ടില്ല. പിന്നെ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ പെയിന്റ് പോയിക്കണ്ടല്ല, ഇതൊരു ബീഡിംഗ് ആണ്. ട്രാൻസ്പെറന്റ് ബീഡിങ് ഒട്ടിച്ചേനെ കേട്ടോ. അത് മാത്രമാണ് ഒരു ചെറിയ രീതിയിൽ ഒരു അഭംഗിയായിട്ടുള്ളൂ. ബാക്കിയൊക്കെ പെർഫെക്റ്റ് ആട്ടോ. ഇത് മാറ്റി വേണമെങ്കിൽ ബ്ലാക്ക് ബീഡിങ് ഒട്ടിച്ച് കുറച്ചുകൂടെ ഭംഗിയാവും. പിന്നെ സൈഡ് ഒക്കെ നോക്കുമ്പോഴായാലും അത്യാവശ്യം നീറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ.
പിന്നെ നല്ല റെയിൻ ഗാർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഫിഗോയുടെ തന്നെ ഒരു ബാഡ്ജിങ് ഉള്ള ഒരു റെയിൻ ഗാർഡാണോ. പിന്നെ മിറേഴ്സ് ഒക്കെ അതിന് ഉള്ളിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മിറേഴ്സ് ആണ്. അതും ബ്ലാക്ക് മിററാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് വാഹനത്തിന്റെ എഞ്ചിൻ റൂം ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. എഞ്ചിൻ റൂം ഓപ്പൺ ചെയ്യാൻ ഇവിടെ അല്ല, മാറിപ്പോയി. എഞ്ചിൻ റൂം നമുക്ക് നോർമലി വരുന്ന ആ സൈഡിലാണെങ്കിലും ഈ ഫോർഡ് പോലുള്ള വാഹനങ്ങളിൽ ഈ സൈഡിലാണ് കേട്ടോ എഞ്ചിൻ റൂം ഓപ്പൺ ചെയ്യണ ഒരു ഇത് വരുന്നത്. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ് അതിന്റെ ആ ഒരു ഓപ്പണിങ്ങിന്റെ സ്വിച്ച്. അത് കേബിളാണ് കേട്ടോ വരുന്നത്. അപ്പോൾ എഞ്ചിൻ റൂം ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഈ വാഹനത്തിന് അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇത് തെറിച്ച് ഒരു ക്ലിപ്പ്, അത് വലിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഓപ്പൺ ചെയ്യാം കേട്ടോ. കൈയിട്ട് തുറക്കൊന്നും വേണ്ട. എല്ലാത്തിലും ഒരു പ്രീമിയം ടച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇതേ കാണുകയാണ് ഇതിന്റെ എഞ്ചിൻ റൂം വരുന്നത്. അത്യാവശ്യം നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് ഉള്ള എഞ്ചിൻ റൂമാണോ. നല്ല പാക്ഡ് ആണ്. അതുപോലെ തന്നെ വേറെ മേജർ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അബ്രോണോ കാര്യങ്ങളൊന്നും വർക്ക് ചെയ്തിട്ടില്ല കേട്ടോ. പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉള്ള മേജർ ആയിട്ടുള്ള ആക്സിഡന്റോ കാര്യങ്ങളൊന്നും മീറ്റ് ചെയ്യാത്ത വണ്ടിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ വാഹനത്തിന്റെ മൈലേജ് ആണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനുള്ള. വണ്ടിക്ക് ഏകദേശം ഒരു 18-ന് മുകളിൽ മൈലേജ് കൺഫേം ആയിട്ട് ഈ വാഹനത്തിന് കിട്ടും കേട്ടോ. കാരണം ഞാനത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എനിക്കൊരു ഫിഗോ ഉണ്ട്. അപ്പൊ നല്ല ഡ്രൈവിംഗ് കംഫോർട്ടും നല്ല കൂളിംഗ് ഉള്ള എസിയും പെർഫെക്റ്റ് ഡ്രൈവ് ഉള്ള നീറ്റ് ആയിട്ടുള്ള ഒരു ഡീസൽ വാഹനമാണ് കേട്ടോ. ഫ്രണ്ട്സ്, നമ്മുടെ ഫിഗോ ഓടിച്ചോണ്ടിരിക്കുക കേട്ടോ. നല്ല കംഫോർട്ടബിൾ ആണ്. ഡീസൽ വണ്ടിയിൽ ഓവർ ആയിട്ടുള്ള വൈബ്രേഷൻ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉള്ളിലേക്ക് കിട്ടില്ല. അതുപോലെ ഓടിക്കുമ്പോൾ നല്ല കോൺഫിഡൻസും ഉണ്ട് കേട്ടോ. വണ്ടി നല്ല ബോഡി വെയിറ്റ് ഉണ്ടായതുകൊണ്ട് റോട്ടിൽ നിന്ന് പറഞ്ഞു പോകുന്നുള്ള ഫീൽ ആണ് കേട്ടോ. പിന്നെ സ്വിഫ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡ്രൈവിംഗ് കംഫോർട്ട് കുറച്ചുകൂടെ കൂടുതൽ നമ്മുടെ ഈ ഫോർഡിന് തന്നെയാണ്. എന്താ പറയുക, വണ്ടിയുടെ ആ ഒരു ബോഡി വെയിറ്റും കാര്യങ്ങളും പെർഫോമൻസും കൂടുതൽ ഉള്ളതുകൊണ്ടായിരിക്കും എനിക്ക് കൂടുതൽ പേഴ്സണൽ ചോയ്സ് ആയിട്ട് പറയാൻ തന്നെ ഫിഗോ തന്നെ ആയിരിക്കും കേട്ടോ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. ഡീസൽ വണ്ടികളിൽ ഇപ്പൊ ഈ ഒരു ബഡ്ജറ്റ് കിട്ടല് വെച്ചിട്ട് നല്ല കംഫോർട്ടബിൾ ആയിട്ട് ഓടിച്ചു പോകാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. പിന്നെ നമുക്ക് എന്താ പറയാ, ലോങ് പോകാന്നുണ്ടെങ്കിൽ നല്ല യാത്ര സുഖമുള്ള വണ്ടി കേട്ടോ. ഞാൻ പേഴ്സണൽ യൂസ് ചെയ്തുകൊണ്ട് പറയല്ല, വണ്ടി ഞാൻ ഉപയോഗിച്ചല്ലോ വെച്ചിട്ട് ഡീസൽ വണ്ടിയിൽ ഈ ഒരു ബഡ്ജറ്റ് കിട്ടുന്ന ഹാച്ച് ബാക്കിൽ ലോങ് പോയാലും വലിയ മടിപ്പൊന്നും ഇല്ലാത്തൊരു വണ്ടിയിൽ ഒരു നല്ലൊരു ഓപ്ഷൻ ആട്ടോ ഈ ഫിഗോ. നമ്മുടെ ഈ ഫിഗോ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. വണ്ടി നല്ല രീതിയിൽ തന്നെ കൊണ്ടുനടക്കാൻ പറ്റിയ, ചെറിയ ബഡ്ജറ്റിൽ കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു ഡീസൽ വാഹനമുണ്ടോ. അപ്പോൾ വണ്ടിയുടെ കൂടുതൽ റേറ്റും ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നല്ല മൈലേജും കിട്ടും, നല്ല ചിൽഡ് AC ഇട്ട് ഓടിച്ചു പോകുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ഇത് എന്താ പറയുക, ആക്സിഡന്റുകൾ കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്താലും വലിയ ബുദ്ധിമുട്ടുകൾ നമുക്ക് പറ്റില്ല കേട്ടോ. കാരണം നല്ല ഹെവി ബോഡിയും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്താണ് ഫോർഡ് ഇറക്കിയിട്ടോ. ഫോർഡിന്റെ വാഹനങ്ങളൊക്കെ ബോഡി ക്വാളിറ്റി കാര്യത്തിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഈ വാഹനം വാങ്ങാൻ താല്പര്യമുള്ളത് നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത വീഡിയോയിൽ വന്നവരെ ബൈ ബൈ.